ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ എംഎസ് സൊല്യൂഷൻസ് സിഇഒ മുഹമ്മദ് ഷുഹൈബിന് മുൻകൂർ ജാമ്യമില്ല. ഷുഹൈബിന് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. കേസിൽ ഒന്നാം പ്രതിയാണ് ഷുഹൈബ്. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വിവരങ്ങൾ. സിഇഒയായ മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അല്പസമയം മുൻപ് തള്ളിയത്. ഷുഹൈബിന്റെ വാദങ്ങളൊന്നും തന്നെ ഹൈക്കോടതി അംഗീകരിച്ചിരുന്നില്ല. ക്രിസ്മസ് 10ാം ക്ലാസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച കേസിലായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള അന്വേഷണം പോലീസ് ആദ്യഘട്ടത്തിൽ ആരംഭിച്ചത്. പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുകയായിരുന്നു. നേരത്തെ കോഴിക്കോട്ടെ കോടതി ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നത്. ആദ്യഘട്ടത്തിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചുവെങ്കിലും അന്തിമ തീരുമാനത്തിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയായിരുന്നു. ഗൂഢാലോചന, വിശ്വാസവഞ്ചന, ചതി തുടങ്ങിയ തനിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കില്ല എന്നുള്ളതായിരുന്നു ഷുഹൈബ് ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ച വാദങ്ങൾ. +1 കണക്ക് പരീക്ഷയുടെയും അതോടൊപ്പം തന്നെ SSLC ഇംഗ്ലീഷ് പരീക്ഷയുടെയും ചോദ്യങ്ങളായിരുന്നു എംഎസ് സൊല്യൂഷൻസിലൂടെ ചോർന്നത്. 10,000-ലധികം ആളുകൾ ഈ ഒരു യൂട്യൂബിലൂടെ വീഡിയോ കണ്ടിരുന്നു. തുടർന്നാണ് എംഎസ് സൊല്യൂഷൻസിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിക്കൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ചത്. എന്തായാലും ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് തള്ളിയത്. വീണ. ശരി രേഷ്മ.